പ്രൈസ് ലോർഡ് ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് നമുക്ക് ഒരു കഥ കേൾക്കാം. ഇത്രയും ദിവസം നമ്മൾ പക്ഷികളുടെയും മൃഗങ്ങളെയും ദൈവം ഉപയോഗിച്ച വിധങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്കൊരു മത്സ്യത്തിൻ്റെ കഥ കേട്ടാൽ. നാം ഇത് ബൈബിളിലൊരു കഥയാണ്, തർശീസിൽ നടന്ന കഥയാണ്. മത്സ്യത്തെ എല്ലാവർക്കും ഇഷ്ടമാണ്. വീടുകളിൽ സ്വീകരണ മുറിയിൽ ചെറിയ അക്വേറിയത്തിൽ പല നിറങ്ങളിലുള്ള മത്സ്യങ്ങളെയെല്ലാം നാം വളർത്താറുണ്ട്. എന്നാൽ കരയിൽ മത്സ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കൊന്ന് ഭക്ഷിക്കാറും ഒക്കെയുണ്ട്. പക്ഷേ എന്നാൽ മത്സ്യത്തിന് അതൊന്നും ഒരു കാര്യമായിട്ട് മത്സ്യങ്ങൾ എടുക്കുന്നില്ല. അവർ കരയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്കറിയാം അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുകയുള്ളൂ എന്ന് അവർക്കറിയാം. എന്നാലും നമുക്ക് ഈ മത്സ്യത്തിൻ്റെ ഒരു സാക്ഷ്യം കേൾക്കാം. കഥ എന്ന് പറയുമ്പോൾ അതല്ലല്ലോ, അതിൽ നല്ലത് നമുക്കൊരു സാക്ഷ്യമായിട്ട് നമുക്കത് കേൾക്കാം. എന്നാൽ ഈ മത്സ്യം ഒരു ചെറിയ മത്സ്യമൊന്നുമല്ല കേട്ടോ. എന്നാൽ നമുക്ക് മത്സ്യത്തിൻ്റെ സാക്ഷ്യം കേൾക്കാം. ഒരു ദിവസം ഞാൻ തർശീസ് കടലിൽ ഭക്ഷണം തേടി വെള്ളത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. പെട്ടെന്ന് എന്തോ കടലിലേക്ക് വീഴുന്ന ശബ്ദം ഞാൻ കേട്ടു. ഞാൻ അവിടേക്ക് പാഞ്ഞെത്തി. ഞാൻ ഒന്നും നോക്കിയില്ല. പെട്ടെന്ന് ഇരയെ വിഴുങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ഒരു സാധാരണ ഇരയല്ലെന്ന്. വയറ്റിൽ ഭയങ്കര ഭാരം തോന്നി. 2-3 ദിവസമായിട്ട് ഒരു വ്യത്യാസവുമില്ല. എന്തെങ്കിലും കഴിച്ചാൽ 1-2 മണിക്കൂറിനുള്ളിൽ ദഹിക്കുന്നതാണ്. 3 ദിവസമായിട്ടും ഒരു അനക്കവുമില്ല. ഞാൻ കാതോർത്ത് നോക്കി. വയറ്റിനുള്ളിൽ എന്തോ ഒരു നേരിയ ശബ്ദം എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് എൻ്റെ കാതിൽ ഒരു ശബ്ദം കേട്ടത്. നിന്റെ വയറ്റിൽ കിടക്കുന്നത് ഒരു പ്രവാചകനാണ്. നിനവയിലേക്ക് പോകാനാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അനുസരിക്കാതെ തർശീസിലേക്ക് കപ്പൽ കയറി. നീ ഒരു കാര്യം ചെയ്യണം. ഒരു കേടും കൂടാതെ നിനവേ കടൽ തീരത്ത് ഈ പ്രവാചകനെ എത്തിക്കണം. അവൻ എന്നോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ദൈവശബ്ദമാണെന്ന്. വയറ്റിൽ കിടക്കുന്ന മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെന്ന്. ഒട്ടും വൈകിയില്ല. ഞാൻ നിനവേ തീരം ലക്ഷ്യമാക്കി. കടൽ തീരത്ത് ഞാൻ പ്രവാചകന് ഒരു കേടും കൂടാതെ ഛർദ്ദിച്ചു. ഞാൻ ഒരു താക്കീതും നൽകി. ഇനി ഇത് ആവർത്തിക്കരുത്. വെറുതെ എന്നെ മെനക്കെടുത്തരുത്. അരുത്. പ്രവാചകൻ നിനവയെ ലക്ഷ്യമാക്കി നടന്നു നീങ്ങി. ഞാൻ കടലിലേക്ക്. 3 ദിവസം പട്ടിണി കിടന്ന എനിക്ക് ഒരു ക്ഷീണവും ഉണ്ടായില്ല. പകരം ഹൃദയത്തിൽ വളരെ സന്തോഷമായിരുന്നു. എൻ്റെ ഉടയവൻ്റെ അനുസരിച്ചതിൽ വെള്ളത്തിൽ ജീവിക്കുന്ന എന്നെ, കരയിലെ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ദൈവം എന്നെ തിരഞ്ഞെടുത്തല്ലോ. പ്രിയ ദൈവമക്കളെ, മത്സ്യത്തിൻ്റെ സാക്ഷ്യം കേട്ടല്ലോ. യോനാ പ്രവാചകനെ കുറിച്ചാണ് നമ്മൾ കേട്ടത്. നിനവയിലുള്ളവരുടെ ദുഷ്ടത ദൈവസന്നിധിയിൽ എത്തിയിരുന്നു. യഹോവ യോനയോട് നിനവയ്ക്ക് വിരോധമായി പ്രസംഗിക്കാം. എന്നാൽ യോന നിനവയിലേക്ക് പോകുന്നതിന് പകരം തർശീസിലേക്ക് കപ്പൽ കയറി. കാരണം യോന നിനവയിക്കാരെ ഭയപ്പെട്ടിരുന്നു. കാരണം നിനവയിലുള്ളവർ ദൈവത്തെ അനുസരിക്കാത്തവരും ദൈവഭയമില്ലാത്തവരും ദുഷ്ടന്മാരൊക്കെയാണ് എന്ന് യോനയ്ക്ക് അറിയാമായിരുന്നു. അവിടെ ചെന്നാൽ സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുമെന്ന് യോനയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് യോന നേരെ തർശീസിലേക്ക് പോയി കപ്പൽ കയറി. എന്നാൽ ദൈവം അവിടെ ഒരു വലിയൊരു കൊടുങ്കാറ്റടിപ്പിച്ചു. ആ കൊടുങ്കാറ്റിൽ കപ്പൽ ആടിയുലയുവാൻ തുടങ്ങി. പക്ഷേ ആ കപ്പലിലുണ്ടായിരുന്നവരെല്ലാവരും ഭയപ്പെട്ടു. എന്താണ് സംഭവിക്കുന്നതെന്ന്. എല്ലാവരും അവരവരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കപ്പലിൻ്റെ അടിത്തട്ടിൽ ഒരാൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ആ ആളെ തട്ടി ഉണർത്തി പറഞ്ഞു, കപ്പൽ ഇങ്ങനെ മുങ്ങുവാൻ പോവുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ ഈ യോനയ്ക്ക് മനസ്സിലായി ഇത് ഞാൻ മുഖാന്തരം ഉണ്ടായതാണെന്ന്. അപ്പോൾ യോന പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, എന്നെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. നിങ്ങളുടെ ഈ കാറ്റൊക്കെ ശാന്തമാകുമെന്ന് പറഞ്ഞു. പക്ഷെ അവർ യോനയെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞ് അപ്പോൾ കടൽ ശാന്തമായി. അപ്പോൾ ദൈവം എന്തു ചെയ്തു? കടലിലേക്ക് എറിഞ്ഞ യോനയെ രക്ഷിക്കാൻ ദൈവം ഒരു മത്സ്യത്തെ കൽപ്പിച്ചാക്കി. ആ മത്സ്യത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്.
ആ ഇത്രയും ദിവസം നാം കേട്ടുകൊണ്ടിരുന്നത് ഒരു സാക്ഷ്യമാണ്. പക്ഷെ ഇത്രയും ദിവസം നാം ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിച്ചവരെ കുറിച്ചാണ്, മൃഗങ്ങളെയും പക്ഷികളെയും കുറിച്ചാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. നാം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എത്ര അനുസരണത്തോടെ കൂടെയാണ് അവർ ദൈവത്തെ അനുസരിച്ചത്. ദൈവം പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ കാക്ക, അതുപോലെ കഴുത, അതുപോലെ പ്രാവ്, പിന്നെ ഇപ്പോൾ മത്സ്യം, എല്ലാവരും ദൈവം പറഞ്ഞത് അപ്പോൾ തന്നെ അതനുസരിച്ചു. ഒന്നും ചോദിച്ചില്ല. സ്വയം മനസ്സിലെന്തെങ്കിലും ചിന്തിച്ച് കാണെങ്കിലും ദൈവത്തോട് അവർ ചോദിച്ചില്ല, ഞാൻ ഇതിന് യോഗ്യയാണോ, എന്താണ്, ഞാനല്ലാതെ വേറെ ആരുമില്ലേ പോകാൻ എന്നൊന്നും ദൈവത്തോട് ഈ മത്സ്യങ്ങളൊന്നും ചോദിച്ചില്ല. എന്നാൽ നാം മനുഷ്യനെക്കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്, പഠിക്കുമ്പോൾ പല ഒഴിവുകൾ പറഞ്ഞ മനുഷ്യരെ നമുക്ക് കാണാം. ഇരമ്യാവിനെ വിളിച്ചപ്പോൾ ഇരമ്യാവ് പറഞ്ഞത് ഇതാണ്: അയ്യോ യഹോവ, എനിക്ക് സംസാരിക്കാൻ അറിയില്ല, ഞാനൊരു ബാലനല്ലേ. മോശയെ വിളിച്ചപ്പോഴും മോശ പറഞ്ഞു, അയ്യോ കർത്താവേ, ഞാനൊരു വിക്കനാണ്, ഞാൻ എങ്ങനെ മനുഷ്യരോട് സംസാരിക്കും. പക്ഷെ എന്നാൽ നമ്മൾ ഈ പക്ഷികളുടെയും മൃഗങ്ങളെയും കുറിച്ച് കേട്ടല്ലോ, അവർ എത്ര അനുസരണത്തോടു കൂടിയാണ് നാം കേൾക്കുന്നത്. അതിന് നമുക്ക് വചനം തന്നെ പറയുന്നുണ്ട്, യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. കാള തൻ്റെ ഉടയവന്, കഴുത തൻ്റെ പുൽത്തൊട്ടിയും അറിയുന്നല്ലോ, എൻ ജനം അറിയുന്നില്ല. അപ്പോൾ ദൈവം സൃഷ്ടിച്ച മനുഷ്യരെ ദൈവം വളരെയധികം ആഗ്രഹത്തോടുകൂടെ ദൈവം സൃഷ്ടിച്ച മനുഷ്യർക്കാണ് ദൈവം വിളിക്കുമ്പോൾ പല ഒഴിവുകളും പറയുന്നത്. അതുകൊണ്ട് പ്രിയമക്കളെ, ഞാൻ കഴിഞ്ഞ തവണയെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഈ തവണയും പറയുക, നാം എപ്പോഴും ഒരുക്കത്തോടു കൂടി ഇരിക്കണം. എപ്പോഴാണ് ദൈവം നമ്മെ വിളിക്കുന്നതെന്നറിയില്ല. ഏത് പ്രവൃത്തി നമ്മെ ഏൽപ്പിക്കാനാണ് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്കെപ്പോഴും പ്രാർത്ഥനയോടുകൂടെ ഒരുങ്ങിയിരിക്കാം. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് ഓൾ.